ഗൈസ്, അപ്പോൾ നമ്മളിപ്പം ഊട്ടി ലേക്കിലാണ് ഇരിക്കുന്നത്. ഒരുപാട് വണ്ടികളും പിള്ളേരുണ്ടെന്നാണ് തോന്നുന്നത്. ഊട്ടി ലേക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാനായിട്ട് പറ്റും. പൈൻ ഫോറസ്റ്റ് ഇവിടെ കയറ്റാൻ പറ്റുമെന്തോ. പിന്നെ എന്താടാ ചോറ് ഇറങ്ങിക്കൊണ്ടിടാക്കുന്നത്? ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് പോക്കറ്റ് ഇട്ടുണ്ടാകും. ഗൈസ്, ഇവിടെ കുതിര സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാറ് പിന്നെ നമുക്ക് അവിടെ കൂടെയാണ് പോവേണ്ടത്. അങ്ങനെ നമ്മൾ ഇനി ഊട്ടി ലേക്കിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് പോവുകയാണ്. ഇവിടെ തന്നെ ആയി ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഫുഡും കാര്യങ്ങളൊക്കെ, പിന്നെ കുതിര സഫാരിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. എത്ര രൂപ ബോട്ടിങ്? പല റേറ്റിനുണ്ടാ. ഓക്കെ, അല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചെന്തെന്ന്. വീഡിയോ എടുത്ത് നോക്കാൻ അറിയാം. ഡേ കൂളിംഗ് ഗ്ലാസ് വാങ്ങ്, നീ എൻ്റെ അടുത്ത് വെച്ചോണ്ട് നടക്കാ. അക്ഷയ എടുത്ത് പറ. എൻ്റെ കണ്ണാടിക്ക് ഭയങ്കര ഡിമാൻഡാണ് ഇമാർക്ക്. ഞാൻ ക്യാമറ ഓഫ് ചെയ്താൽ ഇപ്പം അടിച്ചോണ്ട് പോകുക. ഇനി ക്യാമറ ആയിട്ട് വെച്ചോണ്ട് നടക്കാം. പക്ഷെ ക്യാമറ അല്ല, നമുക്ക് കണ്ണാടി വെച്ചോണ്ട് നടക്കാം. എപ്പോഴും മൊബൈൽ വ്ളോഗ് എടുക്കാം. ഇമാർ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് പോകണം. ഡേ റോഡിലെങ്കിലും ഡീസൻറ്റ് കാണീര്. രാത്രി കാരണം പറ്റുകയാണെങ്കിൽ നമുക്ക് ബോട്ടിങ് ചെയ്യാം. അല്ലാതെ ലേക്കിൽ വന്നിട്ട് ബോട്ടിങ് ചെയ്യാതെ പോയാൽ മോശം. വേറെ ആർക്കും അറിഞ്ഞുകൂടാത്ത പോലെ ഈ ലൊക്കേഷൻ. വാങ്ങടാ. ബ്ലോഗിലിടാം, യൂട്യൂബിൽ വരും. സൂക്ഷിച്ച് വേണേടാ. ഗൈസ്, കുതിര ഇവിടെയുണ്ട് കേട്ടോ, ചെറുത് വലുത് എല്ലാം. കയറുന്നതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അതോടൊപ്പം തന്നെ ബോട്ടിങ്ങും കയറുന്നതിനും എക്സ്ട്രാ ചാർജ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഞാനല്ല പറഞ്ഞത്, ഇവനാണ്. കുതിരകൾ പിന്നെ സ്റ്റോളും ഉണ്ട് കുറെ ഇതിൻ്റെ അകത്ത്. നീ ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും കണ്ണാടി വാങ്ങിച്ചു വേണം, ഞാൻ അവസാനം തരൂല കേട്ടല്ലേ. ഗൈസ്, അപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ അകത്തൂടെ കയറി നിൽക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് നമ്മളിവിടെ വന്നിട്ടുള്ളതാണ്. പിന്നെ ഐ ലവ് ഊട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സെൽഫി പോയിന്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ ഫസ്റ്റ് ട്രൈ എന്ന് പറയുന്നത് നമുക്കിവിടെ വന്ന ബോട്ടിംഗ് ആണ് മെയിൻ പരിപാടി. അപ്പം ബോട്ടിംഗ് സെറ്റ് ചെയ്ത് നോക്കട്ടെ, ബോട്ടിംഗ് എങ്ങനെയാണ്, റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അതൊക്കെ. പിന്നെ തണുപ്പുള്ളതുകൊണ്ട് ചൂട് അറിയുന്നില്ല, വെയിലുണ്ട്. പ്രൈസ് ആക്കുമ്പോൾ നമ്മൾ പെഡൽ ബോട്ടിംഗ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ 2 സീറ്റ് ഉള്ളത് നോക്കി, 4 സീറ്റിൻ്റെ നോക്കി. ഇപ്പോൾ 4 സീറ്റിൻ്റെയാണ് നോക്കിയിരിക്കുന്നത്. അതായത് ഈ ലേക്കിൽ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ 4 സീറ്റിൻ്റെ 4 പേര് ടീം സെറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിരിക്കുകയാണ്. കുറച്ച് പേരെ ഉള്ളതാണ്, കുറച്ച് പേര് അല്ലാതെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരും അങ്ങോട്ട് ഇറങ്ങില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ബില്ല് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. 475 4 പേർക്ക്. ഇനി ആ ബോട്ട് തപ്പി നമുക്ക് നടക്കാം. അത് ചോദിച്ചു നോക്കാം. എന്തോ ബോട്ടിങ് പെടൽ ചെയ്തോണ്ടിരിക്കുകയാണ്. കൊള്ളാട്ടാ. സംഭവം കൊള്ളാട്ടോ. കുറെ പേര് ഇത് അവിടെ കൂടെ പോയിക്കൊണ്ടിരിക്കുക. എത്ര മണിക്കൂറെന്ന് അതിൽ എഴുതിയിട്ടുണ്ടോ? 30 മിനിറ്റ്. അങ്ങനെ ജാക്കറ്റ് ഒക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്തു. ഇനി ക്ലിപ്പിട്ടാ മതി. വേറെ ഇടും. ഇവന്മാരാണ് നമ്മുടെ ഡ്രൈവർ. 4 ബാക്കി കൊണ്ടുപോണ്. ലെഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് പോകും, റൈറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് പോകും. തിരിച്ചെനിക്കിവിടെ എത്താണ്ടാണ്. മരാഞ്ഞൊക്കെ ചവിട്ടുന്നു. അയ്യോ, വിശാലമായിട്ടിരിക്കാം ഗൈസ്. എനിക്ക് ബ്ലോഗ് എടുത്തോണ്ടെങ്കിൽ കിടിലം വ്യൂ. നമ്മള് ഇവിടെ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ബോട്ടിങ് ചെയ്തിട്ടില്ല. പക്ഷേ
നമ്മുടെ ഫാൻസ് എല്ലാം അവിടെ ഉണ്ട്. കണ്ടു ഇവിടുത്തെ ലുക്ക് നോക്കി ഗൈസ്. എന്റെ മോനെ നമുക്ക് ഇറങ്ങിട്ട് വരാം. നമുക്ക് പോയി കറങ്ങി സൈഡിൽ കൂടെ വരാം. അങ്ങോട്ടില്ല, അങ്ങോട്ട് അവിടെ ഇത് കെട്ടിക്കുന്നു, പണ്ട് കെട്ടിക്കുന്നു. നമ്മൾ അവിടെ നിന്ന് ഇതുവരെ വന്നപ്പം തന്നെ ചെറിയായിട്ട് ക്ഷീണിച്ചിപ്പോ വെയിലെത്തി നിന്നപ്പം തന്നെ. ഇപ്പൊ തണുപ്പൊന്നും തോന്നണമെങ്കിലല്ലേ. അവിടെ ഓരോ മുക്കും മൂലയിലും ആളുകളുണ്ട്. സംഭവം കേട്ടോ. തളനാടാ, ഇനി ഞാൻ ചവിട്ടാ, റിട്ടേൺ അടിക്കാം. ഇതേപോലെ തന്നെ ശ്രേയസം പറഞ്ഞത് കടിക്കത്തപ്പോ സ്റ്റെക്കായി നിൽക്കുന്നു. ഗിയർ സെറ്റ് ചെയ്. ഗിയർ ഉണ്ട് ശരിയാ. അമ്പതിനായിരത്തിന്റെ മുതല. പിന്നെ ഇവിടെ സൈഡ് ഫുള്ള് പൈൻ ഫോറസ്റ്റ്. റോബോട്ടാ, ചിറ്റി റോബോട്ടാ നമ്മളെ. ആ ഡ്രാഗൺ മതിയായിരുന്നു ഗൈസ്. കണ്ടോ, ഡ്രാഗൺ കൊള്ളാം. കണ്ടോ ആഞ്ഞ് ചവിട്ട്. സംഭവം ഇതിനു മുമ്പ് ഞാൻ കന്യാകുമാരി പോയപ്പോ, തൃപ്പരപ്പ് പോയപ്പം ഇത് ബോട്ടിങ് ചെയ്തതാണ്. അത് 3 പേര് വെച്ചായിരുന്നു നമ്മൾ അന്ന് പോയി. ഞാൻ തൃപ്പരപ്പ് പോയി ചെയ്തെന്നാണ് പറഞ്ഞത്, അല്ലാതെ ഊട്ടിയിൽ ചെയ്തെന്നല്ല. കാല് കഴിച്ചേട്ടാ. ഇപ്പൊ ഞാൻ റിട്ടേൺ അടിച്ചോണ്ടിരിക്കണം. അവൻ ഇൻസ്റ്റയിൽ ലൈവ് ഇടാൻ പോണു. ആ കണ്ടൽ കാടിന്റെ ഇടയിൽ കൂടെ പോകും. നമ്മളവിടെ ഉള്ളവര് ആരും വന്നില്ല. അവർക്ക് പേടിയത്, വെള്ളം കണ്ട പേടിയത്. വിളിച്ച് പിന്നെ നിർബന്ധിക്കാൻ നിന്നില്ല. പേടിയുള്ളവരെ മാറ്റാൻ പറ്റില്ലല്ലോ കേസ്. അത് ഇപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കോളേജിൽ വെച്ചും പറഞ്ഞു ഇതേപോലെ ഇതിലാക്കിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോഴെല്ലാവരും വരാന്നൊക്കെ പറഞ്ഞു. ഇപ്പം ആരുമില്ല കേസ്. ചെയ്യാൻ നേരത്തെ ഇപ്പൊ 4 പേര് മാത്രം. ഇനി വയനാട് പോകുമ്പം വയനാടും ഇതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പൊ നമ്മൾ ആ ബാക്കിലുള്ള ആ കണ്ടൽ കാടിന്റെ ഇടയിൽ കൂടെ പോകാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടുത്തെ ഉള്ള ലുക്ക് നോക്കി പകെ സ്പീഡ് കളി ചെയ്ത് ഇപ്പൊ പോണത്. ഇടിച്ചു നിർത്തിക്കല്ലേ മണിക്കുട്ടി. ഗൈസ്, നമ്മൾ സൈഡിൽ കൂടെ കണ്ടൽ കാടിന്റെ ഇടയിൽ കൂടെ. അഭിനവ് കേറല്ലോ, ഈ സൈഡിൽ കൂടെ പോളിയാ. നമുക്ക് അങ്ങ് പോയാലോ? കറങ്ങി വരുമ്പോ സമയാവുന്നു. എടാ നീ അവിടെ തൂങ്ങി നില്ല്, നമ്മൾ പോയിട്ടൊക്കെ വരാം. എടാ ഗിയർ മാറാ. ഇവിടുന്ന് പുകയും കാക്കിയൊക്കെ പോണു. സംഭവം കൊള്ളാം. കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഊട്ടിയിലൊക്കെ വരണമെങ്കിൽ ഇതേപോലെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അല്ലാതെ കുറെ പേരുണ്ട് കേസ് അവിടെയൊക്കെ നിൽക്കുന്നത്. അതേപോലെ നമ്മളെന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്താലേ സംഭവം നൈസ് ആയിരിക്കുള്ളൂ. മറ്റേ ജമ്പിങ് ഉണ്ടെന്നോ ഇവിടെ നോക്കിയിരിക്കുന്നു. ബാക്കിൽ നിന്ന് പോകേ, അത് വേറെ വല്ലതായിരിക്കും. ഭയങ്കര നാറ്റം ഗൈസ് വെള്ളം. ഹായ് ഗൈസ്, നമ്മളെ പിള്ളേര് ഒരു ടീം ഇതാ അവിടെ കൂടെ വരികയാണ്. അതില് ആൺതരിയായിട്ട് ഒരാൾ മാത്രം, അത് മാമ മാത്രം. നമുക്ക് പോകാൻ സമയമായി, അതുകൊണ്ട് നമ്മൾ വിടുന്നു. നമുക്ക് സമയമായി. ടൈം ഔട്ട്, ടൈം ഔട്ട്. എന്നാ ഒരുമിച്ചോ ഒരു ഫോട്ടോ എടുത്തിട്ട് പോ.
പെട്ടെന്ന് വാ നമ്മുടെ ടീം ഒരുമിച്ച നിങ്ങൾ ചോട്ടാ അളിയാടെ ഇങ്ങനെ തന്നെ കേട്ടാ ഇതിന്റെ പോവാൻ പറ്റുമോ ചോദിക്കാം. അങ്ങനെയല്ല ബ്ലോഗിന്റെ ഒരു കാര്യം കൊണ്ടാണ് ഇതവിടെ ലൈവ് ഇട്ടോണ്ട് ഗൈസ് ട്രെയിന് പോണ്. മറ്റേ സൈഡിൽ ഫോട്ടോ എടുക്കാം. ആ ഊട്ടിയിലുള്ള ട്രെയിൻ ഉണ്ടല്ലോ അതൊക്കെ അവിടെ കൂടെ പോവുകയാണ്. ഇവിടെ തന്നെയല്ലേ കുറെ നേരം കൊണ്ട് കറങ്ങണ്. ഇനി ചവിട്ടറാ ആ ഇനി തിരിച്ചു പോട്ടാം ഗൈസ്. അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞ് ഇറങ്ങി. എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ്, ഒരു രക്ഷയില്ല. ഒരാൾ 120 രൂപ വെച്ചാണ് ഇട്ടത്. അത്യാവശ്യം കുഴപ്പമില്ല, എല്ലാവർക്കും മുതലായി എന്നാണ് തോന്നുന്നത്. മുതലായില്ലേ? ഇനി നമുക്കിറങ്ങി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം ഈ സ്ഥലങ്ങൾ. ഹേ ഗൈസ്, അങ്ങനെ മിനി ട്രെയിൻ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. ഇപ്പോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എടുക്കാനുണ്ട്. എൻ്റെ ബാക്കിയുള്ളവർ എവിടെ ഉണ്ട്? കണ്ടില്ലേ? അല്ല ടിക്കറ്റ് എടുക്കണ്ടേ? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ഗൈസ്, അപ്പൊ നമ്മൾ ലേക്കിൽ നിന്നപ്പം ഒരു ട്രെയിൻ പോകണമെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ? ആ ട്രെയിനിലാണ് ഇപ്പൊ നമ്മൾ കയറി നിൽക്കണം. അതിലാണ് ഇനിയിപ്പം പോകാൻ പോണത് കേട്ടാ. 60 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. കയറി എവിടെയെങ്കിലും കയറിയില്ലേ? സംഭവം ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ ഇരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഫസ്റ്റ് ടൈമാണ് ഇതേപോലത്തെ ഒരു ഇതിൽ കയറുന്നത്. നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. അത് മടിക്കാതല്ലേ ഇരിക്കുന്നത് സ്പീക്കർ. മാക്സിമം റീൽ എടുത്ത് നോക്കാം. ഞാൻ ചോദിക്കട്ടെ, കംഫർട്ടബിൾ അല്ലേ? നിങ്ങൾ അവിടെ നെരുങ്ങി, നീ അവിടെ നെരുങ്ങി, നീ ഇപ്പുറത്തിരിക്കണം. നിങ്ങൾ നെരിക്കണം ഇങ്ങനെ ഇങ്ങനെ നെരുക്കിയിട്ട് ഞാൻ ചോദിക്കും കംഫർട്ടബിൾ അല്ലേ? അപ്പൊ നിങ്ങൾ ആരെങ്കിലും പറയണം. ഇപ്പം പറയും ഒരു ഡയലോഗ് ഉണ്ട്. ഓക്കെ ഗൈസ്, ഗൈസ് നമ്മൾ കാട്ടിന്റെ ഇടയിൽ കൂടെയാണ് പോണത് ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ? സീനടിയാ, ഫ്രണ്ട് വ്യൂ ഒരു അന്യായ വ്യൂ. ഓക്കെ, എനിക്ക് മൊബൈലിൽ കൂടെയാണ് ഞാൻ കണ്ടത്. ഓ പിന്നെ നീ എന്തിനാ അത്ര കൈ അണ്ണാ? കീഴേ 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 മറ്റേ കംഫർട്ടബിൾ അല്ലേ ഗൈസ്? ഇവൻ കക്കൂസ് ഇരിക്കുന്ന പോലെയാണ് ഇവിടെ കയറി. ഗൈസ്, കാട്ടിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ഒരു യാത്ര. ഗൈസ്, നമ്മൾ റിട്ടേൺ തിരിച്ചു വരികയാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അവിടെ വെച്ചേണ്ടോ, അത് ഇത് അല്ല ഈ ട്രെയിൻ. ഇപ്പൊ കുറച്ചു നേരം കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോകാം. മോശം മോശം. 60 രൂപയ്ക്ക് മുതലല്ല. കാരണം ഒരു 20 രൂപ കൊടുക്കാം നമുക്ക്. 20 രൂപയും കൊടുത്തിട്ട് കാര്യമില്ലെന്നോ. എല്ലാവരും മോശം മോശം ഗൈസ്. ഇല്ല, അവിടെ ട്രെയിൻ വേറെ ട്രെയിൻ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ കണ്ടെങ്കിൽ ഓപ്പൺ ആയിരുന്നു. ബാക്കിൽ കുറെ ഓപ്പൺ ആയിരുന്നു. എന്തായെന്ന് പറഞ്ഞാൽ 60 രൂപ. അത് ഒരു ബോഗി 2 ബോഗി എന്താ
അതാണ് ലേക്ക്. ഇവിടെയാണ് നീ പറഞ്ഞ രണ്ടാമത്തെ പാളം ഇതവിടെ എൻഡ്. മോശം കേസ് നമ്മൾ പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. പോയിട്ട് ഞാൻ വിചാരിച്ച് കറങ്ങിയൊക്കെ കൊണ്ടുവരും. ഇവിടെ മറ്റേതെടുത്താലേ അളിയാ, മറ്റേ ആട് സിനിമയിലെ ഷോട്ട്. ആട് സിനിമയിലെ ഒറ്റമൂൽ 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 ഒറ്റമൂൽ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം ഫുള്ളിലെന്ന് പറയാം, കുറച്ച് ദൂരെ പോയേ ഉള്ളൂ. എക്സ്പീരിയൻസ് ബോർ, പക്ഷെ ലേക്കിൻ്റെ കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. കൊള്ളല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിനിൻ്റെ എക്സ്പീരിയൻസ്? കൊള്ളായിരുന്നു. പൈസ മുഞ്ചിയില്ലേ? ബെസ്റ്റ്. ഇനി നമുക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഫൈനലി അവൻ കണ്ണാടി നോക്കി. ഗൈസ് ഫൈനലി കണ്ണാടി വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കണ്ണാടി തരൂല, അതാ വെച്ചോ, പൈസ ഞാൻ കൊടുത്തതാണ്. ഓ വാ 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 പോവാം വാ. ഞാൻ ചോക്ലേറ്റ് വാങ്ങി ഗൈസ്, 200 രൂപയ്ക്കുള്ള 2 പാക്കറ്റ്. നീ വാങ്ങലടാ വീട്ടിലത്തേക്കൊന്ന്. കണ്ണാടി വെച്ചിട്ട് ഇനി എൻ്റെ കണ്ണാടി തരൂല, ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും 4 ബാക്കിയിലൊക്കെ ഇരിക്കുന്നു. ലേക്കിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ വണ്ടി കയറിയിട്ട് ഫുഡും കഴിച്ചിട്ടായിരിക്കും അടുത്ത് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോണേ. ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ. പിന്നെ അവിടെ നിന്ന് ചോക്ലേറ്റ് 2 വാങ്ങിച്ചു, കണ്ണാടി വാങ്ങിച്ചു. ഇനി ചോദിക്കല്ലോ, ഞാൻ വ്ലോഗ് എടുക്കാൻ മാത്രം ഈ കണ്ണാടി ചെയ്യും, അല്ലാത്തപ്പോൾ കൊണ്ടിടാൻ. അപ്പോൾ ഇനി നമുക്ക് വണ്ടി കയറി നേരെ ഫുഡ് കഴിക്കാം.